തൃപ്പൂണിത്തുറ സ്ഫോടനം 329 വീടുകളെ ബാധിച്ചെന്ന നഗരസഭയുടെ റിപ്പോർട്ട്. 4 സർക്കാർ ഓഫീസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നഗരസഭ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ ഒരു റിപ്പോർട്ട് എപ്പോഴാണ് കൈമാറിയത്? ഇതിൽ 329 വീടുകളെയും അതുപോലെ തന്നെ 4 സർക്കാർ ഓഫീസുകളെയും ഇത് ബാധിച്ചു എന്നാണ് പറയുന്നത്. തുടർ വിവരങ്ങൾ എന്തൊക്കെയാണ്? നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൃപ്പൂണിത്തുറ ചൂരക്കാടുണ്ടായ സ്ഫോടനത്തിൽ 329 വീടുകളെ ഇത് ബാധിച്ചു എന്നാണ് നഗരസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒരു വീട് പൂർണ്ണമായും, അതുപോലെ തന്നെ 6 വീടുകൾ ഭാഗികമായും തകർന്നു. 4 സർക്കാർ ഓഫീസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ജില്ലാ കളക്ടർക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. കഴിഞ്ഞ ദിവസമാണ് കൈമാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഫോടനത്തിൽ ഏകദേശം 1.5 കിലോമീറ്റർ പരിധിയിലാണ് ഈ പ്രകമ്പനങ്ങൾ ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും നശിച്ചതിന് ഇത് കാരണമായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത്. 6 വീടുകളുടെ വാതിലുകളും ഭിത്തികളും നശിച്ചിട്ടുണ്ട്. മറ്റ് 322 വീടുകളുടെ ജനൽപ്പാളികൾക്കാണ് തകർച്ച ഉണ്ടായിട്ടുള്ളത്. ഹോമിയോ ക്ലിനിക്, എംപ്ലോയ്മെന്റ് ഓഫീസ്, കാർഷിക സഹകരണ ബാങ്ക് അടക്കമുള്ള സർക്കാർ ഓഫീസുകൾക്കും 3 സ്വകാര്യ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് ജില്ലാ കളക്ടർ നാളെ സർക്കാരിന് ഈ റിപ്പോർട്ട് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നഗരസഭയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും അതിനുശേഷം ചർച്ചകൾ ഉണ്ടാകും. അതിന്റെ ചർച്ചകളെ തുടർന്നായിരിക്കും ഇതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. ഈ സ്ഫോടനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വീടുകളുടെ ഉടമസ്ഥർ നഗരസഭയ്ക്ക് അന്നേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവുമായി തന്നെ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. അതിനൊരു പ്രത്യേക ക്യാമ്പും അവിടെ സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിലാണ് എല്ലാ അപേക്ഷകളും സ്വീകരിച്ചിരുന്നത്. അന്ന് തന്നെ 300-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൗൺസിലറും വ്യക്തമാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ ഒരു കണക്കായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 329 വീടുകൾ എന്നാണ് നഗരസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ആപ്ലിക്കേഷനുകൾ കൂടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിദ്യ. ശരി അശ്വതി, തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനത്തിൽ 329 വീടുകളെ ബാധിച്ചെന്ന നഗരസഭയുടെ റിപ്പോർട്ട്. 4 സർക്കാർ ഓഫീസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ജില്ലാ കളക്ടർ നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൈമാറി. വിശദാംശങ്ങളുമായി ചേർന്നത് എ ടി അശ്വതിയാണ്.